സോ ഇതിന്റെ പേര് പോലെ തന്നെ നമുക്കറിയാം വൊക്കാബുലറി നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ വൊക്കാബുലറി ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ഈ യൂണിറ്റിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ നമുക്കറിയാം ആക്ച്വലി എന്താണ് ഈ വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഷയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയുടെ വേർഡ്സ് വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൊക്കാബുലറി എന്ന് പറയുന്നത്. അത് ഏത് ഭാഷയുടെയും ആവാം. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രത്യേക തരം ഏതെങ്കിലും ഒരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിന്റെ വേർഡ്സുകളെയാണ് നമ്മൾ മുഴുവനായിട്ടും പേരിട്ട് വിളിക്കുന്നത് എന്ത്, വൊക്കാബുലറി. മനസ്സിലായല്ലോ. സോ വൊക്കാബുലറി ഇല്ലാതെ, വൊക്കാബുലറിയുടെ സഹായം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്ക് എഴുതുകയോ അല്ലെങ്കിൽ സംസാരിക്കാനോ പറ്റുകയില്ല. മനസ്സിലായല്ലോ. വൊക്കാബുലറി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന് മാത്രമുള്ളതല്ല, എല്ലാ ഭാഷയ്ക്കും എന്തുണ്ട്, വൊക്കാബുലറി ഉണ്ട് കേട്ടോ. സോ വൊക്കാബുലറിക്ക് അത്രയും പ്രാധാന്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് വൊക്കാബുലറി എത്തരത്തിലാണ് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ചിന്തകളെ മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ വൊക്കാബുലറിക്ക് എത്രത്തോളം പങ്കുണ്ട്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നൊക്കെയാണ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വൊക്കാബുലറി തന്നെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ആക്റ്റീവ് വൊക്കാബുലറി, മറ്റൊന്ന് പാസീവ് വൊക്കാബുലറി. മനസ്സിലായാലും ആദ്യം ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ആക്റ്റീവ് വൊക്കാബുലറി ആൻഡ് പാസീവ് വൊക്കാബുലറി. എന്താണ് ഈ ആക്റ്റീവ് വൊക്കാബുലറി? ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രൊഡക്റ്റീവ് സ്റ്റൈലാണ്. എന്താ പ്രൊഡക്റ്റീവ്? പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക അല്ലെ. സോ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റീവ് സ്റ്റൈലാണ് യഥാർത്ഥത്തിൽ ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് ആക്ച്വലി അതായത് ഒരാള് എന്ത് ചെയ്യുകയാണ്, സംസാരിക്കുകയാണ്. വൊക്കാബുലറിയുടെ സഹായത്തോടു കൂടി ഒരാള് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരാള് എഴുതുകയോ ചെയ്യുന്ന ആ ഒരു പ്രൊഡക്ടിവിറ്റി സ്റ്റൈൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആക്റ്റീവ് വൊക്കാബുലറിയിലൂടെ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. കാരണം എന്താ, താൻ സംസാരിക്കുന്ന വാക്ക് അല്ലെങ്കിൽ താൻ സംസാരിക്കുന്ന സെന്റൻസ് എന്താണെന്നും അതിന്റെ മീനിങ് എന്താണെന്നും ഇയാൾക്ക് അറിയുമായിരിക്കും. സോ ആക്റ്റീവ് വൊക്കാബുലറി എപ്പോഴും എന്തായിരിക്കും, ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ടൈപ്പ് ഓഫ് വൊക്കാബുലറി ആണ് എന്ത്, ആക്റ്റീവ് വൊക്കാബുലറി. മനസ്സിലായല്ലോ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് ഒരിക്കലും സംസാരിക്കുന്നതിലൂടെ മാത്രമല്ല, റിട്ടൺ കോണ്ടെക്സ്റ്റ്, ഓക്കെ, എഴുത്തിലൂടെയും സംസാരിക്കുന്നതിലൂടെയും എല്ലാം തന്നെ നമുക്ക് ഇവിടെ എന്ത് കാണാൻ സാധിക്കും, ആക്റ്റീവ് വൊക്കാബുലറിയുടെ ഉപയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്, പാസീവ് വൊക്കാബുലറി. എന്താ പാസീവ് വൊക്കാബുലറി? പാസീവ് വൊക്കാബുലറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാള് അല്ലെങ്കിൽ മറ്റൊരാള് എഴുതിയ എഴുത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രസംഗം നമ്മൾ കേൾക്കാൻ പോകുമ്പോഴോ അതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അങ്ങനെ നമ്മൾ ഗ്രഹിച്ചെടുക്കുന്ന വൊക്കാബുലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇതൊരിക്കലും എന്തല്ല, ഒരു പ്രൊഡക്റ്റീവ് സ്റ്റൈൽ അല്ല. മറ്റേത് ആക്റ്റീവ് വൊക്കാബുലറി ഒരു പ്രൊഡക്റ്റീവ് സ്റ്റൈലാണ്. എന്നാൽ പാസീവ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളുടെ പ്രസംഗം കേൾക്കാൻ നമ്മൾ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാൾ എഴുതിയ കുറച്ച് കാര്യങ്ങളോ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിലൂടെ നമ്മൾ ഗ്രഹിച്ചെടുക്കുന്നതാണ് എന്ത്, പാസീവ് വൊക്കാബുലറി. മനസ്സിലായല്ലോ. ഈ പാസീവ് വൊക്കാബുലറിയും ആക്റ്റീവ് വൊക്കാബുലറി എല്ലാം തന്നെ നമ്മുടെ ഡേ ബൈ ഡേ അല്ലെ, നമ്മുടെ എന്താ ദൈനംദിന ജീവിതങ്ങളിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. സോ ഇപ്പൊ മനസ്സിലായല്ലോ ആക്റ്റീവ് വൊക്കാബുലറിയും പാസീവ് വൊക്കാബുലറിയും എന്താണ്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വൊക്കാബുലറിയിൽ തന്നെ ഫ്രീക്വൻസീസ്
വൊക്കാബുലറിയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിന്റെ ബേസിൽ നമുക്ക് വൊക്കാബുലറിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെയാണ് എന്ത് ഹൈ ഫ്രീക്വൻസി വൊക്കാബുലറി, അടുത്തതാണ് എന്ത് മിഡ് ഫ്രീക്വൻസി വൊക്കാബുലറി ആൻഡ് ലാസ്റ്റ് ഓഫ് ഓൾ ഓഫ് കോഴ്സ് ലോ ഫ്രീക്വൻസി വൊക്കാബുലറി. ഇങ്ങനെ ഫ്രീക്വൻസിനെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ വൊക്കാബുലറി മൂന്നായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് തരംതിരിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹൈ ഫ്രീക്വൻസി വൊക്കാബുലറി അഥവാ ജനറൽ വൊക്കാബുലറി എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ഈ ജനറൽ വൊക്കാബുലറി അഥവാ ഹൈ ഫ്രീക്വൻസി വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാതും നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു? ഹൈ ഫ്രീക്വൻസി വൊക്കാബുലറിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. ഏകദേശം 3000 വേർഡ്സുകളാണ് നമ്മൾ ഈ ഹൈ ഫ്രീക്വൻസി വൊക്കാബുലറിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം മിഡ് ഫ്രീക്വൻസി വൊക്കാബുലറി നോക്കാം. മിഡ് ഫ്രീക്വൻസി വൊക്കാബുലറിയിൽ ഏകദേശം 3001 മുതൽ 9000 വേർഡ്സ് വരെയാണ് നമുക്ക് മിഡ് ഫ്രീക്വൻസി വൊക്കാബുലറിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ? ആക്ച്വലി വൊക്കാബുലറിയുടെ പകുതിയിലേറെ ഭാഗം കവർ ചെയ്യുന്നത് മിഡ് ഫ്രീക്വൻസി വൊക്കാബുലറിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വേർഡ്സുകളാണ്. മനസ്സിലായല്ലോ? ഇനി അവസാനത്തെ നോക്കാം ലോ ഫ്രീക്വൻസി വൊക്കാബുലറി അല്ലെ. ലോ ഫ്രീക്വൻസി വൊക്കാബുലറി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി 10,000 ഫ്രീക്വൻസിയുടെ താഴെ വരുന്ന ഒരു ഫ്രീക്വൻസി ലെവലിൽ സംസാരിക്കുന്ന എല്ലാ വേർഡ്സും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ ലോ ഫ്രീക്വൻസി വൊക്കാബുലറിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ ലോ ഫ്രീക്വൻസി വൊക്കാബുലറിയിലൂടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഇൻഫർമേഷൻ മറ്റൊരാൾക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. ഈ ലോ ഫ്രീക്വൻസി വൊക്കാബുലറി എപ്പോഴും ഒരാൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു പുസ്തകം എടുത്ത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ മെല്ലെ പറയാം ഇങ്ങനെ 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 പതിയെ 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 അല്ലെ. അത്രയും ഫ്രീക്വൻസി കുറവായിട്ട് നമ്മളിങ്ങനെ പതിയെ 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 പറഞ്ഞു പോവാണ് അല്ലെ. സോ അതിന് മാത്രമേ നമുക്ക് ആക്ച്വലി ലോ ഫ്രീക്വൻസി വൊക്കാബുലറി ഉപയോഗിക്കാൻ പറ്റൂ. ഒരിക്കലും മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ മാത്രം ഈ ലോ ഫ്രീക്വൻസി വൊക്കാബുലറി കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലായല്ലോ ഏതൊക്കെയാ ഹൈ ഫ്രീക്വൻസി വൊക്കാബുലറി, മിഡ് ഫ്രീക്വൻസി വൊക്കാബുലറി ആൻഡ് ഓഫ് കോഴ്സ് ലോ ഫ്രീക്വൻസി വൊക്കാബുലറി. ഇപ്പൊ മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വൊക്കാബുലറി എന്ന് പറയുന്നത് ഇമോഷൻസിലൂടെ നമുക്ക് ഇതാക്കാം. അതായത് വൊക്കാബുലറീസ് ഒക്കെ നമ്മുടെ ഇമോഷൻസ്, ഇപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിച്ച് നിൽക്കാൻ, സോ അതൊക്കെ എന്റെ ഇമോഷൻസ് അല്ലെ. സോ ഈ ഇമോഷൻസ് ഒക്കെ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കാനും ഈ വൊക്കാബുലറി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് വേർഡ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ നോക്കാം വൊക്കാബുലറി ടു എക്സ്പ്രസ് ഹാപ്പിനെസ്. സന്തോഷത്തെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് വൊക്കാബുലറി നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതിലെ ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഐ ആം കംഫർട്ടബിൾ. എന്താ? ഐ ആം കംഫർട്ടബിൾ. അല്ലെങ്കിൽ മറ്റൊന്നാണ് ഐ ആം ഗ്ലാഡ്. എന്താണ്? ഐ ആം ഗ്ലാഡ്. അല്ലെങ്കിൽ ഐ ആം പ്ലീസ്ഡ്. അല്ലെങ്കിൽ ഐ ആം ഇൻ ഗ്രേറ്റ് സ്പിരിറ്റ് അല്ലെ. ഐ ആം ലൈക്ക് അങ്ങനെ അത്തരത്തിൽ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ്സിനെ ഒരാളിലേക്ക് പകർന്നു കൊടുക്കാൻ അല്ലെ, ഹാപ്പിനെസ്സിനെ മറ്റൊരാളിലേക്ക് അറിയിക്കാൻ നമ്മുടെ വൊക്കാബുലറി ഈ രീതിക്കൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം വൊക്കാബുലറി ടു എക്സ്പ്രസ് സാഡ്നെസ്. നമ്മുടെ സങ്കടത്തെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൊക്കാബുലറി അല്ലെങ്കിൽ ആ വേർഡ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. എന്താ? റിഗ്രറ്റ്ഫുൾ. ഇപ്പൊ സാഡ്നെസ് എന്ന് പറഞ്ഞ സാഡ്നെസ്സിനെ തന്നെ നമുക്ക് കുറെ ആയിട്ട് വിഭജിക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ കുറ്റബോധം, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം അല്ലെ, അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ്. ഇതൊക്കെ നമ്മുടെ സാഡ്നെസ്സിൽ പെടും. സോ അത്തരത്തിൽ നമ്മുടെ അങ്ങനെ വൊക്കാബുലറി സാഡ്നെസ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വൊക്കാബുലറിയാണ് ഏത്? ഒന്ന് പറഞ്ഞ റിഗ്രറ്റ്ഫുൾ, മറ്റൊന്ന് മോഡറേറ്റ്, മറ്റൊന്ന് എന്താ? ഡിസപ്പോയിന്റ്മെന്റ് അല്ലെ. സോ ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഡിസ്ട്രെസ്ഫുൾ അല്ലെ, സ്ട്രെസ്ഫുൾ. ഓക്കെ. സോ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഇത്തരത്തിലുള്ള വൊക്കാബുലറീസ് ഒക്കെ നമ്മുടെ സാഡ്നെസ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മറ്റൊന്നാണ് എന്താ? ആംഗ്രി അല്ലെ. വൊക്കാബുലറി ടു എക്സ്പ്രസ് ആംഗ്രി മൂഡ്. നമ്മുടെ ദേഷ്യത്തിലാണ് എന്നുള്ള ആ ഒരു മൂഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വൊക്കാബുലറീസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിലാണ് ആദ്യം നമുക്ക് നോക്കാം ഫ്യൂരിയസ്. എന്താ? ഫ്യൂരിയസ്. മറ്റൊന്ന് നോക്കാം ഔട്ട്ഗ്രേഡ്. എന്താ? മറ്റൊന്ന് നോക്കാം ഇൻഫ്യൂരിയേറ്റഡ്. എന്താ? ഇൻഫ്യൂരിയേറ്റഡ്. ആൻഡ് ബെല്ലിഗറന്റ്. മറ്റൊന്നാണ് എന്ത്? വെൻഗർഫുൾ.
അല്ലെ? ഇത്തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ ആംഗ്രി മൂഡിലാണ് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൊക്കാബുലറീസ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത നോക്കാം, വൊക്കാബുലറി ടു എക്സ്പ്രസ് ലോൺലിനെസ്, അല്ലെ? ഒറ്റപ്പെടൽ, അല്ലെ? ലോൺലിനെസ്, അല്ലെ? സോ ഒറ്റപ്പെടൽ, അതിനെ നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വൊക്കാബുലറീസ് നോക്കാം. എന്താ? ഡിറ്റാച്ച്ഡ്, അല്ലെങ്കിൽ വിഡ്രോൺ, അല്ലെങ്കിൽ സെപ്പറേറ്റഡ്, എക്സെട്ര എക്സെട്ര, അല്ലെ? സോ ഈ വാക്കുകളൊക്കെയാണ് നമ്മുടെ ലോൺലിനെസ് നമ്മളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൊക്കാബുലറി. മറ്റൊന്നാണ് ഫിയർ, അല്ലെ? പേടി. ഇനി നമ്മൾ വൊക്കാബുലറി ടു എക്സ്പ്രസ് ഫിയർ, പേടിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന, അല്ലെ? ആ ഒരു വൊക്കാബുലറി നമുക്ക് ഇനി നോക്കാം. അതിലാണ് ഫ്രൈറ്റൻഡ്. എന്താ? യെസ്, ഐ ആം റിയലി ഫ്രൈറ്റൻഡ്, അല്ലെ? ഫ്രൈറ്റൻഡ്. മറ്റൊന്ന് ഹൊറിഫൈഡ്, അല്ലെ? മറ്റൊന്ന് ടെറിഫൈഡ്, അല്ലെ? അതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫിയർ, അല്ലെ? പേടിയെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് വൊക്കാബുലറീസ് ആണ്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. സോ മറ്റൊന്നുമല്ല, നമ്മുടെ ചിന്താഗതികളെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി വൊക്കാബുലറി നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ നോക്കിയത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി, സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലെസൺ ആണ്. വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി ആ ടെക്സ്റ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കുക, നന്നായി മനസ്സിലാക്കുക, നന്നായി വായിച്ചു പഠിക്കുക. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.